എന്തോടത്? ഓ ആ മലയുടെ വീടും ഫുള്ള് മഞ്ഞോക്ക്. അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനുണ്ട്, ഉണ്ണിക്കുട്ടനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു ട്രിപ്പ് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഇൻട്രോ എടുക്കാൻ വേണ്ടി ഒരു ബസ് സ്റ്റാൻഡിൽ കയറിയിരുന്നതാണ് വരുന്ന വഴിക്കുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം ആ വരുന്ന വഴിയൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ പൊന്മുടിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. സംഭവം നമ്മുടെ അടുത്തൊക്കെയാണ്, ഏകദേശം ഒരു 60 കിലോമീറ്ററേ ഉള്ളൂ. എന്നാലും ഞാൻ ഇതുവരെ പൊന്മുടി പോയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പൊന്മുടി വ്ളോഗാണ്. അപ്പം നമുക്ക് പോയിട്ട് അവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നും നമ്മുടേതായ രീതിയിൽ നമുക്കത് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇവിടുത്തെ ലൊക്കേഷൻ എൻ്റയർലി മാറി റോഡെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് വരുന്ന അത്രയും സ്ഥലത്തെ റോഡ് അത്യാവശ്യം മെയിൻ റോഡ് ഫുൾ അങ്ങനെ സെറ്റപ്പ് ആയിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിങ്ങോട്ട് കയറിയതോടെ ഫുള്ള് ഒരു കാടും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ആ മെയിൻ റോഡ് നമ്മളിങ്ങോട്ട് മാറിയപ്പോൾ തന്നെ ക്ലൈമറ്റ് ടോട്ടലി നല്ലൊരു തണുപ്പും ഭയങ്കര വേറൊരു ഫീലായി കേട്ടോ. ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നത് മാറണം മോനെ. ആരാണ്ട് വീട്ടിൽ വളർത്തി തോന്നുന്നു, കഴുത്തി ബെൽറ്റൊക്കെ ഉണ്ടോ അവൻ്റെ. അതേപോലെ നമ്മുടെ വണ്ടിയുടെ സ്പീഡോമീറ്റർ വർക്കല്ല കേട്ടോ. സ്പീഡോമീറ്ററും വർക്കല്ല, കിലോമീറ്ററും വർക്കല്ല. 2-3 ദിവസം മുമ്പ് ഫ്രണ്ട് ടയറൊന്ന് ഇളകി ഇട്ടതാണ്. ഇട്ടതിന് ശേഷം ഇത് വർക്കാവുന്നില്ല. അങ്ങനെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ആ കേബിൾ പോയതാ. പക്ഷേ ഞാൻ 2 ദിവസം കൊണ്ട് സെൻസർ കേബിൾ മാറാൻ വേണ്ടി കുറേ സ്ഥലത്തൊക്കെ നടന്നു. എവിടെയൊക്കെ പോയിട്ടും കേബിൾ കിട്ടിയില്ല. ബാടാ ഡാൻസോ ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് ചേട്ടാ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സംഭവം കൊള്ളാം. ഒരു വീപ്പൊക്കെ വെച്ചിട്ടൊരു തിരികട്ടെ കണ്ടില്ല, ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടത്. അപ്പോൾ അവിടെ നിർത്തി 2-3 ഫോട്ടോ ഒക്കെ എടുത്തേട്ടാ. ഫോട്ടോ ഞാൻ ഒന്ന് എവിടെയെങ്കിലും കൊടുത്തേക്കാം, അല്ല ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അതിനകത്ത് വിടും. അപ്പോൾ നിങ്ങൾ ഇവിടെ സമയം എന്ന് പറയുന്നത് 9:30 കേട്ടോ. ഓ നമ്മൾ പകുതി വഴിയെ പോലും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ പോകാമെന്നുണ്ടെങ്കിൽ നമ്മളെത്തുമ്പോൾ ഉച്ചയാവും. ഏത് പൊന്മുടി ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കുറേ മലകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതും അന്യായ പൊക്കം ഇവിടെ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് പൊക്കം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു കേട്ടോ. ഈ ചിലർക്കൊന്നും പറയുന്ന ചില വേർഡ്സ് ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മീൻസ് വേറെ സ്ഥലങ്ങളിലുള്ളവരൊക്കെ ചിലർ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില വാക്കുകളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചിട്ട് ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു. അതൊക്കെ ഇവിടുത്തെ ഒരു ലാംഗ്വേജ് വരുമ്പോൾ എനിക്ക് നമ്മൾ നോർമലി പറഞ്ഞു വന്ന ആ ഒരു ഇതിൽ പറയുന്നതാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ തേരി കയറി പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് കണക്ക് ഇങ്ങനെ ചോദിച്ചായിരുന്നു, തേരി എന്ന് പറഞ്ഞാൽ എന്താ. കാരണം അവിടെ അങ്ങനെ പറയത്തില്ല. തേരി മീൻസ് കയറ്റം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ പറയുന്നത്. ഓ കിടിലം കേട്ടോ. എന്തോടാ? ആ പിന്നെ ഓ മൈ ഗാഡ്, കൊള്ളാം അല്ലേ. ഇതില്ലല്ല റോസ്മല പോയ അതേ സെറ്റപ്പ് തന്നെ. ഇതും അതും എല്ലാം കണക്കാടാ. എല്ലാം ഹിൽ സ്റ്റേഷനല്ലേ. എടാ വരണം. ഉണ്ട്. ആ ഈ ടിക്കറ്റ് കൈ നീ പോക്കറ്റ് വെച്ചോ. ഇതാണ്ട് ചേച്ചി. തെന്നുന്നടാ. ഓ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? ടിക്കറ്റ് എത്രടാ? 75 അല്ലേ? 75 രൂപ 2 പേർക്ക്. 30, 60, 15 അങ്ങനെയാണോ? അങ്ങനെ വല്ല ആയിരിക്കും. എന്തോ 75 രൂപ ആയിട്ടുണ്ട് ഇപ്പം. പിന്നെ നമുക്ക് കയറിപ്പോൾ ഇനി 22 ഹെയർ പിന്ന് കയറി പോകണം കേട്ടോ. ടിക്കറ്റ് നോക്കടാ, അതിനകത്ത് കാണും. കളയാനല്ല, ഇത് അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ട്. അത് തന്നെ 30, 60, 15. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് വല്ലാത്തത്. ഇവിടെ ബോർഡുണ്ടോ? എനിക്കുണ്ടോ. ചെവി ഊതിയാണ് ഇപ്പോൾ എന്തോ ഒരു ഇതുപോലെ ചെവി അടയ്ക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇങ്ങനെ ഉയരത്തിലോട്ട് കയറുന്നതിൻ്റെ ഒരു ഫീലിംഗ് ഞാൻ തോന്നുന്നു. ഓ എൻ്റെ മോനെ കിടിലല്ലേ. എന്തൊരു പൊക്കമാണോ. എന്തൊരു പൊക്കമെന്ന്. അത് വേറെ ഏതെങ്കിലും മലയൊക്കെ ആയിരിക്കും. അങ്ങൊന്നും പോകത്തില്ലായിരിക്കും, അറിയാൻ വയ്യ. നോക്കാം
ഇതിപ്പോൾ എത്രയായി? 12, 13ാമത്തെ ഹെയർ പിൻ ഉണ്ടല്ലേ? മൈ ഗോഡ്. കൊള്ളാല്ലേ? അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാട്ടോ ചെറിയൊരു ആശ്വാസമുണ്ട്. ചായയും 2 ഉഴുന്നുവടയും 18ാമത്തെ ഹെയർ പിന്നായി. ഇവിടെ കൊള്ളാല്ലേ? ഇത്രയും സ്ഥലം വന്നത് ഇവിടെ എനിക്ക് എന്ന് വെച്ചാൽ ഊൻ്റെ മോനെ കൈയില്ലടാ അതിനൊരെണ്ണം. പാവടം അതിനൊരു കൈയില്ല. ഇവിടുത്തെ ജസ്റ്റ് ഒരു വ്യൂ കണ്ടുകൊണ്ട് നിർത്തിയതാട്ടോ. എൻ്റെ പൊന്നെ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് കാണാല്ലേ? പക്ഷെ വലിയ മഞ്ഞോ അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. എനിക്കൊന്ന് രാവിലെ ഒരു ഉച്ച സമയമൊക്കെ ആയെന്ന് തോന്നുന്നു, ഒരു 10:30 അതുകൊണ്ടായിരിക്കും. ഇവിടെ എനിക്കൊന്ന് കൂടുതലും വൈകിട്ടാന്ന് തോന്നുന്നു ആൾക്കാർ വരുന്നതില്ലേ. വലിയ ആൾക്കാരൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കട ഉണ്ടല്ലോ. ആരാ പറഞ്ഞ കടയില്ലെന്നൊക്കെ? തിരിഞ്ഞു പോടാ അത്. ഓ പുകയൊക്കെ നോക്ക്. നിർത്തി പുക ഞാൻ തോന്നുന്നു. ഓ നൈസേ. ഓ മലയുടെയൊക്കെ വീടും ഫുള്ള് മഞ്ഞ് നോക്ക്. കോട ഇറങ്ങി കേട്ടോ. കോട മഞ്ഞ്. ഓഹോ നൽവരയിൽ. ഓഹോ പിടിച്ചു ഗായ്സ്. പിടിച്ചാടാ ഒന്ന്. എൻ്റെ പേഴ്സ് ഇങ്ങോട്ട് തരാം. യോ ഇതടാ വരാത്തേ. ഇതാണ് സാറേ. ഓ എല്ലാം ഉണ്ട്. ഇത് 2018 തോന്നുന്നു. ഇതാണ്ടേ പൊല്യൂഷൻ. ഇൻഷുറൻസ്. ഓക്കെ. ഇവിടെ മഞ്ഞിൽ. ഓഹോ അങ്ങനെയൊന്നും പറയില്ല. അതൊക്കെ അവരവരുടെ ജോലി അവരവർ ചെയ്യുന്നു. നമ്മളതിനെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്നു. അതവർക്ക് തോന്നണം. എന്നെ കണ്ടപ്പോൾ ഇച്ചിരി റിച്ചായിട്ട് തോന്നി. അത് തിരിച്ചു വെച്ചേക്കാം. എന്തോതിനെ വ്യാഖ്യാനിക്കുന്നത്? എന്ത് തുടങ്ങി എഴുതി വെച്ചേക്ക് നോക്ക്. പോവാം. നമുക്ക് വേറെ വിഷയമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ പിടിച്ച് നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം നമ്മൾ നോർമലി അങ്ങ് പോയല്ലോ. ടിക്കറ്റ് കാണിക്കോടാ. ടിക്കറ്റ് എറാ. ഓ അത് നോക്കടാ. അയ്യോ പറയുന്നത് കേൾക്കാമോ എന്തോ ഇതിനകത്തൂടെ. ഒറ്റയ്ക്ക് വന്നെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആയില്ലേ? എത്ര പേരുണ്ട്? 1 2 3 4 കുറേ 5 വണ്ടി. ഓ ഗായ്സ്, ഈ അങ്ങോട്ടുള്ള വ്യൂ കണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ്. ഓ അപ്പോൾ നമ്മൾ ഇഞ്ഞ് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് അവിടെ നിങ്ങൾ ആ കാണുന്ന സ്ഥലമില്ലേ, അവിടേക്കാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ശരിക്കും വണ്ടികളുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ. മഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. കോട ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ വ്യൂ ഒന്നും കിട്ടത്തില്ല, ഫുള്ള് മഞ്ഞായിരിക്കും. അത് വേറൊരു വൈബ്. പിന്നെ ഇപ്പോഴെന്ന് പറയുന്നത് നല്ല വ്യൂ കേട്ടോ, അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും. അവിടെയൊക്കെ എന്തോ ഒരു ചെറിയ രീതിയിലൊരു മഞ്ഞ് പോലെയൊക്കെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പാറയുടെ ടോപ്പിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ അവിടെ എല്ലാം ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ആ ഒരു പാറയുടെ മേളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് ഇതിൽ കൂടെ കാണുമ്പോൾ ചിലപ്പോൾ വലുതായിട്ട് മനസ്സിലാകത്തില്ല. മേഘമൊക്കെ നോക്കി ഓ ഫുള്ള് താഴെ വന്നിരിക്കും കേട്ടോ. നല്ല അത്യാവശ്യം കിടിലൊരു വ്യൂ ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ. പിന്നെ നമുക്കിനി അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ. ആ ഒരു വലിയൊരു ടവറുണ്ട്, വാച്ച് ടവർ. ആ വാച്ച് ടവറിൻ്റെ മേളിലൊക്കെ കയറണം. ലോക കോമഡി സ്റ്റാറ്റസ്, എല്ലാവരുടെയും സ്റ്റാറ്റസ് സ്റ്റോറി വീഡിയോ ഒക്കെ കണ്ടിട്ട് പൊന്മുടി മഞ്ഞ് എന്തോ മഞ്ഞ് പെയ്യുന്നോടാ, മഞ്ഞ് പെയ്യുന്നെന്നൊക്കെ പറഞ്ഞ് വന്നതാ. മേലോട്ടോ നോക്കിയാണ് കൊട്ട വെയിലെന്ന് വെച്ചാൽ
കൊട്ട വെയിൽ. ആൾക്കാരൊക്കെ തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ട് പൊതച്ചൊക്കെ ഇരിക്കുന്ന വെയിലുള്ളതായിരിക്കും. അന്യായാലും അതെവിടെ നിന്നാടാ? പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് താഴോട്ടൊക്കെ ഇറങ്ങിപ്പോകാം കേട്ടോ. കണ്ടില്ലേ അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. താഴോട്ട് അവിടെ കണ്ടില്ലേ ഈ അവിടെ ആ ഒരു കുന്നുപോലെ കാണുന്നത് അവിടെ കുറേ പേര് ഇരിപ്പുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇരിപ്പുണ്ട്. എങ്ങോട്ടാണെങ്കിലും ഇറങ്ങിയൊക്കെ പോകാം. അവിടെയൊക്കെ പോയി നിന്ന് കാണുകയും എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കാറ്റടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തണുപ്പുണ്ട്. കാറ്റ് പോയി കഴിയുമ്പോൾ നല്ല രീതിയിൽ വെയിലും വരുന്നുണ്ട്. ഒരു മിക്സ് വെതർ മൊത്തത്തിൽ. ഇപ്പോൾ നമ്മൾ ആ മേളിൽ നിന്ന് പാറയുടെ അവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പോകുന്നില്ലെന്ന് പറഞ്ഞില്ല ഒരു സ്ഥലം, അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ചുമ്മാ നിന്നപ്പോൾ ഒരു രസമല്ല, അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയെല്ലാം ഫുള്ള് പാറയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ മൊത്തം ഒരു ടൈപ്പ് പുല്ലാണ് നിൽക്കുന്നത് ഇവിടെ എല്ലാം. അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ കണ്ടില്ല, അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. പക്ഷേ ഇതിനകത്തോട്ട് നോക്കുമ്പോൾ ആരും ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. നമ്മൾ ആ കാണുന്ന മലയുടെ അവിടുന്ന് ആ കാണുന്ന പാറയുടെ മേളിൽ നിന്ന് നേരത്തെ ഇത് പറഞ്ഞത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ താഴെ പോകാന്നൊക്കെ പറഞ്ഞേ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നിന്നിട്ട് അടുത്ത പാറയുടെ അവിടെ ഇനി ഇത്രയും ദൂരം കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ വന്നതിൻ്റെ മേളിലാവും കേട്ടോ. അവിടെ ഓടിക്കയറാം. ഇവിടുന്ന് താഴെ കയറി പോയിട്ടുണ്ടോ? അവിടുന്ന് കണ്ടുപോലല്ലോ കേട്ടോ. ഈ അവിടെ താഴേക്ക് ആൾക്കാർ പിന്നെ ഇരിപ്പുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. വെള്ളം കുടിച്ചു പോയി ലാസ്റ്റ് ഇവിടെ വന്നപ്പോൾ. അത്രയ്ക്കുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇപ്പം നല്ല വെയിലുണ്ട് അത്യാവശ്യം. അതുകൊണ്ട് ആ വെയിലിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ വലിയ സീനൊന്നുമില്ല. ഇപ്പം നമ്മൾ നേരത്തെ നിന്നിടത്തുനിന്ന് താഴോട്ട് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് മേളിൽ കയറി പോകാം. നമ്മൾ നേരത്തെ നിന്നിടത്ത് തന്നെ പോവാം. നമ്മൾ നേരത്തെ നിന്നിടത്തുനിന്ന് മേളിൽ കയറി വന്നു കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ നിന്നതുകൊണ്ട് അവിടെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ മേളിൽ കയറി വന്നു കേട്ടോ. ഇവിടെ കുറേ പേരൊക്കെ ഉണ്ട്. പഴയത് അവിടുത്തെ എല്ലായിടത്തും ഇത് തന്നെ സെറ്റപ്പ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് കുറേ വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് പോകാം. ആ കാണുന്ന കുന്നില്ല, അതിൻ്റെ മേളിൽ അങ്ങോട്ട് പോകുന്നില്ല. വലിയ കാര്യമൊന്നുമില്ല, ഇതേ സംഭവം തന്നെ ആയിരിക്കും അവിടെ ഉള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ബാക്കിൽ അങ്ങ് ഒരു വാച്ച് ടവർ ഉണ്ടോ ബാക്കിലായിട്ട്, അവിടോട്ട് പോകണം കേട്ടോ. ഇനി നമ്മൾ അവിടുന്ന് നേരത്തെ പറഞ്ഞ ഒരു വാച്ച് ടവറിന് അങ്ങോട്ട് കയറി പോകട്ടോ. നമുക്ക് റോഡിൽ കൂടെ കറങ്ങി വേണം. റോഡിൽ കൂടെ കറങ്ങാൻ ഭയങ്കര ദൂരം, അങ്ങ് വഴി പോകണം. അപ്പോൾ നമുക്ക് ഇതൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇത്രയും കാണുന്നത് കുന്ന് കയറി പോകണം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷെ നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ഥലം കേട്ടോ. എന്തോടത്? മാനിൻ്റെ തലയാന്ന് തോന്നുന്നു കേട്ടോ. മാൻ കണ്ടില്ലേ എൻ്റെ വലിയൊരു തല. മൃഗത്തിൻ്റെയാണ് കേട്ടോ. നല്ല പുലി നിന്നിട്ടിട്ടായിരിക്കും. രാത്രിയല്ലോ പണ്ടാണ് ചത്തയായിരിക്കും. പണ്ട് വല്ലതും ചത്തതോ? പഴക്കമുണ്ട്. ഓടി. ഇത് മാനാണ്. മാനാന്ന് തോന്നുന്നു. എൻ്റെ തല കണ്ടിട്ട് ആ ഒരു മാനോ പോത്തോ അങ്ങനെ എന്തോ ഒരു ഇറച്ചിയൊക്കെ നേരത്തെ തിന്നു. പക്ഷേ അയ്യോ നമ്മളിവിടെ കയറി വന്നാ 5 മിനിറ്റ് റെസ്റ്റ്. ഇവിടെ റെസ്റ്റ് എടുത്താൽ ഉരുകി പോവും. മേളിൽ കയറി പോയിട്ട് റെസ്റ്റ് എടുക്കാം. ഈ വണ്ടിക്കകത്ത് വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് കേട്ടോ. ഹെൽമെറ്റ് നമുക്ക് എങ്ങും വെക്കാനുള്ളൊരു സ്പേസാണിത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈ കൊണ്ട് കിടക്കണം. അത് വലിയൊരു പാടാണ്. നല്ല വെയിലുണ്ടെങ്കിലും വലിയ ചൂടൊന്നുമില്ല കേട്ടോ. ഈ കാറ്റടിക്കുന്നതുകൊണ്ട് ഈ ഒരു വെയിലിൻ്റെ ചൂടും ആ കാറ്റിൻ്റെ തണുപ്പും കൂടെ ഒരുമാതിരി കോംപ്രമൈസ് ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. അത് ഈ കാണുന്നത് ഞാൻ എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഈ മല ഇങ്ങനെ ഇറങ്ങി അടുത്ത ആ മല ഇങ്ങനെ കയറി കാണുമ്പോൾ നിങ്ങൾക്ക് വെറും ചരിഞ്ഞ സ്ഥലമായിട്ടൊന്നും അല്ല, കുത്തനെ ഇങ്ങനെ ഇറങ്ങി കിടക്കും. അതുവഴി കയറി അടുത്തൊരു മല ഇറങ്ങി കയറി അവിടെ നിന്നാട്ടോ നമ്മൾ വന്നേ. ഓളിത്തരം കാണിച്ചാലോ? കൂവട്ടെ. ഊളം കുഞ്ഞോടാ. നമുക്ക് ഒരു പാറയുണ്ട്. ഇനി പാറയുടെ മേളിൽ നിന്ന് കയറി നിന്നിട്ട് നോക്കാം ഇവിടുത്തെ ഒരു വ്യൂ എന്തോന്ന്. എൻ്റെ അമ്മോ, അയ്യോ
എങ്ങനെയുണ്ട്? എടല്ല അതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ കയറിടാ. മറ്റേ അവിടെ ഒരു ഫാക്ടറി പോലൊരു സാധനം ഇല്ലായിരുന്നോ? അവിടെയൊക്കെ ആൾക്കാർ കയറി. എല്ലായിടത്തും ആൾക്കാർ വലിയ എല്ലാ മലയുടെ മേളിലും 1-2 പേര് വെച്ചൊക്കെ ഉണ്ട്. അയ്യോ, അതാണ് കേട്ടോ കാണാൻ വാച്ച് ടവർ. അതിന് മേളിൽ കയറ്റത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ താഴെ വരെ പോകാൻ എന്തായാലും ഇത്ര വന്നതല്ലേ. അവരാണെന്ന് കേട്ടോ ഒരു അനക്ക്. അവസാനം നമ്മളിവിടെ എത്തി കേട്ടോ. ഇതിപ്പം അത്രയും സ്ഥലത്ത് കാഴ്ച നമ്മൾ അവിടെ നിന്നിപ്പോൾ കണ്ടേ. പിന്നെ ഇത്ര സ്ഥലത്ത് താഴെ പോയപ്പോൾ കണ്ട്. ഇനി ബാക്കി ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇവിടെ അങ്ങോട്ട് കിട്ടില്ല എന്ന് വെച്ചാൽ ഫുള്ള് ഇത്ര സ്ഥലത്ത് നമ്മൾ കണ്ടത് ഓരോ മലയൊക്കെ അല്ലേ. പക്ഷേ ഇങ്ങോട്ട് ഫുള്ള് പ്ലെയിനിലാണ് കേട്ടോ. കിട്ടുന്ന സ്ഥലം അതതിൻ്റെ മേളിൽ കയറ്റി കാണിച്ചു തരാം. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇതാണ്. എല്ലാ ഏരിയയും കാണാൻ പറ്റും. അങ്ങോട്ട് ഞാൻ നേരത്തെ അപ്പുറത്തുനിന്ന് കാണിച്ചത് ആ വ്യൂ ആണ്. അവിടോട്ട് ഫുള്ള് അധികം കുന്നുകളൊന്നുമില്ല കേട്ടോ. ഫുള്ള് നിരന്ന സ്ഥലമാണ്. പക്ഷേ ഇങ്ങോട്ട് കണ്ട ഫുള്ള് അങ്ങോട്ടെല്ലാം പല പല മലനിരകളൊക്കെയാണ് അങ്ങോട്ട് ഫുള്ള് കണ്ടില്ല. ഇതാണ് വാച്ച് ടവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മേലാരും കയറ്റത്തൊന്നുമില്ല. താഴേക്ക് നിന്ന് ഇവിടെ ഉള്ള സ്ഥലമൊക്കെ കണ്ടിട്ട് പോകാം. അത്രയൊക്കെ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് തിരിച്ച് താഴോട്ട് ഇപ്പം ദാഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല എനിക്ക് വിശക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളം കൊണ്ടുവന്നത് തീർന്ന്. അപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ റോഡ് സൈഡ് ഞാൻ ജസ്റ്റ് വണ്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നതാണ്. ഇടയ്ക്ക് നമ്മുടെ ഗോപ്രോ ചാർജ് ചെയ്ത് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ വിഷ്വലൊന്നും ഇടയ്ക്ക് ഇറങ്ങുന്ന കാര്യമൊന്നും എടുക്കാൻ പറ്റില്ല. അത് വെച്ചാൽ എടുത്തില്ല. ജസ്റ്റ് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് വരുന്ന വഴി കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഞാൻ കുറച്ച് നേരം അവിടെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചാർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഉണ്ടെങ്കിൽ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അഖിൽ. ബൈ ബൈ.